എൻ്റെ ടീമില് ഇന്ന് ഉള്ള ഒരു STC ലീഡർ, അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നത് അപരിചിതനാണ്, ഒരു പരിചയമില്ലാത്ത ഒരാള്. എൻ്റെ ബ്രദർ ഈ ബിസിനസ്സിലുണ്ട്. എൻ്റെ ബ്രദർ മലാപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ്. ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്താണ്. ആ ലിഫ്റ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ബിസിനസ്സിൽ വരുന്നത്. അപ്പൊ ആ ബിസിനസ്സിൽ ഇദ്ദേഹം വന്നത് ഒരു കവചപ്രാശം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിൽ കിട്ടിയ റിസൾട്ടിലാണ്. അദ്ദേഹത്തിന് 9 വർഷമായിട്ട് മാറാത്ത ശ്വാസമുട്ടൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഒരുപാട് അലോപ്പതി മെഡിസിനുകളും ഹോമിയോ മെഡിസിനും ആയുർവേദ മെഡിസിനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പൊ TV-യിൽ സ്ഥിരമായിട്ട് പരസ്യമുണ്ട്, ബ്രീത്ത് ഈസി, പങ്കജകസ്തൂരിന്റെ ബ്രീത്ത് ഈസി എന്ന് പറയുന്ന ഒരു ലേഖയുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞത്, ആശ്വാസം ഓരോ ശ്വാസത്തിലോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് മോഹൻലാല്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മോഹൻലാലിനോട് ദേഷ്യമാണ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം. ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം. പക്ഷെ നമ്മളെ കവചപ്രാശം എന്ന് പറയുന്ന ഒരു ലേഖ്യം ശ്വാസം മുട്ടലിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് പോലും അല്ല, നമ്മളൊരു ജനറൽ ടോണിക്കാ. ശ്വാസം മുട്ടലിന് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ ആയുശ്വാസം ഉണ്ട്, അന്ന് ആയുശ്വാസം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം കവചപ്രാശം കൊടുത്തത്. കവചപ്രാശം ഉപയോഗിച്ചിട്ട് ഒറ്റ ബോട്ടിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ 9 വർഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇയാൾക്ക് മാറി എന്നുള്ള അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഈ ബിസിനസ്സിൽ ഇദ്ദേഹം കടന്നു വരുന്നത്. ഈ ബിസിനസ് ചെയ്ത് തുടക്കത്തിലൊന്നും ബിസിനസ് ഐഡിയ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ല. അപ്പോ കവചപ്രാശം വിൽക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ കച്ചവടം. പുള്ളിയുടെ ഈ ബിസിനസ് അതാണ്, കവചപ്രാശം വിൽക്കുക. വേറെ പ്രോഡക്റ്റിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇദ്ദേഹം അതിലൂടെ ഡെവലപ്പ് ചെയ്ത് പിന്നെ ബിസിനസിന്റെ മെത്തേഡ്സ് ഒക്കെ പഠിച്ച് ഈ ബിസിനസ്സിൽ വന്ന് ഇപ്പൊ ഏകദേശം 80 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തിയത് ഈ ഒരു കവചപ്രാശമാണ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ സത്യം. ആ ഒരു വ്യക്തിന്റെ പേര് രജീഷ് എന്നാണ്. രജീഷ് ചേളന്നൂർക്കാരനാണ്. അദ്ദേഹമല്ല, ഞാൻ പറയുന്ന ആ ഒരു കവചപ്രാശമാണ് 80 ലക്ഷത്തിന്റെ ബിസിനസ് ടേൺ ഓവർ എനിക്ക് തന്നത്. ഈ തരത്തിൽ ഓരോ വ്യക്തികളും അതേപോലെ തന്നെ ഒരു യാസിർ അറഫാത്ത് ഉണ്ട്, കോഴിക്കോടിന്റെ ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു വൂണ്ട് ഹീലിംഗ് ക്രീം ഒരു ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പില് ഒരു പിക്ചർ ഇട്ടിട്ട് ഈ പ്രോഡക്റ്റ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടാണ്. ആ പോസ്റ്റിനെ പിടിച്ചിട്ട് എൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു ഫാർമസിസ്റ്റ്, അദ്ദേഹം ഈ വൂണ്ട് ഹീലിംഗ് ക്രീം കൊയിലാണ്ടി മുത്താമ്പിന്ന് അദ്ദേഹം ബസ് കയറി 2 ബസ് കയറി ഇദ്ദേഹത്തിന്റെ ചെലവൂരുള്ള വീട്ടിൽ എത്തിച്ചു കൊടുത്തു. ഒരു വൂണ്ട് ഹീലിംഗ് ക്രീം എത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കമ്പനി വിലയ്ക്ക് തന്നെയാണ് കൊടുത്തതും. ഈ കച്ചവടം, ആ ഒരു വൂണ്ട് ഹീലിംഗ് ക്രീമാണ് ഇന്ന് ഏകദേശം 60 ലക്ഷത്തിന്റെ ഒരു കച്ചവടം ഉണ്ടാക്കി തന്നത്. അപ്പൊ ഒരു വൂണ്ട് ഹീലിംഗ് ക്രീമാണ് ഈ 60 ലക്ഷത്തിന്റെ കച്ചവടം നടത്തിയെന്ന് പറഞ്ഞാൽ അതാണ് ശരി. അപ്പൊ ആ 60 ലക്ഷത്തിന്റെ ഒരു വിത്തായിരുന്നു ഈ വൂണ്ട് ഹീലിംഗ് ക്രീം. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനെയും ഓരോ വിത്തുകളായിട്ട് കാണുകയാണെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും.